ഈ സുഹൃത്തിനെ നോക്കൂ. ഏറെ നേരമായി കക്ഷി എന്തോ തിരയുകയാണ്. പക്ഷേ കാണുന്നത് തൻ്റെ നിഴലാണെന്നും അന്വേഷിക്കുന്ന കക്ഷി അവിടെയൊന്നുമില്ലെന്നും അറിയാനുള്ള ബുദ്ധി ഈ പാവത്തിനില്ല. എറണാകുളത്തെ വൈദികരുടെ അസൽ പ്രതിനിധിയാണ് ഈ കക്ഷി. ഏതോ മഹാശുശ്രൂഷയിലാണ് തങ്ങൾ എന്നാണ് അവരുടെ വിചാരം. പക്ഷേ ഈശ്വരനെ തിരയുന്നത് വെറും ശൂന്യതയിലാണെന്നും സ്വന്തം പ്രതിച്ഛായയുടെ അഹങ്കാരത്തിൻ്റെ അജ്ഞതയുടെ ഈഗോയുടെ ഇരുട്ടിലാണ് തങ്ങൾ കഴിയുന്നതെന്നും അവർ അറിയുന്നില്ല. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനമനുസരിച്ച് ഒരു ക്രിസ്ത്യാനിക്ക് സഭയോട് ചെയ്യാവുന്ന ഏറ്റവും ഗുരുതരമായ പാപങ്ങളിൽ ചിലത് ഇവയൊക്കെയാണ്. 1. വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി, ക്രിസ്തുവിലുള്ള വിശ്വാസം പൂർണ്ണമായി ഉപേക്ഷിക്കൽ. 2. മതഭ്രംശം, ഹെറസി അഥവാ പാഷണ്ഡത, സഭ പഠിപ്പിക്കുന്ന ഒരു സത്യത്തെ ബോധപൂർവം നിഷേധിക്കലാണത്. 3. സഭാഭിന്നത, ഷിസം, ശീസ്മ, മാർപ്പാപ്പയുമായും സഭയുടെ ഐക്യവുമായുമുള്ള കൂട്ടായ്മ ബോധപൂർവം വിച്ഛേദിക്കൽ. 4. വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം, സാക്രിലേജ് അഗൻസ്റ്റ് ദി യൂക്കറിസ്റ്റ്. കത്തോലിക്ക വിശ്വാസപ്രകാരം ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയോ ദുരുപയോഗം ചെയ്യുക എന്നതാണ് അത്. ഇവയിൽ വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനത്തെ കത്തോലിക്ക സഭ അതീവ ഗുരുതരമായി കണക്കാക്കുന്നു. കാരണം ക്രിസ്തുവാണ് സഭയുടെയും കുർബാനയുടെയും സ്ഥാപകനും കാരണക്കാരനും. കുർബാനയിൽ ക്രിസ്തു സന്നിഹിതനാണെന്ന് സഭ വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. ആ ക്രിസ്തുവിനെ നിന്ദിക്കലാണ് ക്രിസ്ത്യാനിക്ക് സഭയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം. ഇത് വിശ്വാസികളുടെ പൊതുവായ കാര്യം. അങ്ങനെയെങ്കിൽ ഏറ്റവും ആദരവോടും ആരാധനയോടും ഭക്തിയോടും യോഗ്യതയോടും വിശ്വാസത്തോടും കൂടി കുർബാന പരികർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വൈദികൻ, കുർബാന അർപ്പണം ദൈവവിളിയായും ജീവിത ദൗത്യമായും സ്വീകരിച്ച വൈദികൻ, ക്രിസ്തുവിന് വേണ്ടി ലൗകിക ജീവിത സുഖങ്ങളെ പരിത്യജിച്ച വൈദികൻ കുർബാനയെ അവഹേളിച്ചാൽ ആ തെറ്റിൻ്റെ ഗൗരവം എങ്ങനെ അളക്കും? 4 വർഷമായി ഈ പറഞ്ഞ എല്ലാ തെറ്റുകളിലും മുഴുകിക്കഴിയുന്ന, അതായത് വിശ്വാസഭ്രംശത്തിലും പാഷണ്ഡതയിലും ശീഷ്മയിലും കുർബാനയെ അപമാനിക്കലിലും മുഴുകിക്കഴിയുന്ന എറണാകുളം വിമത വൈദികരുടെ മേൽ ശിക്ഷയുടെയോ ശാസനയുടെയോ തിരുത്തലിൻ്റെയോ ഒരു കുഞ്ഞ് ഈർക്കിൽ പോലും എടുക്കാൻ സഭാതലവന്മാർക്കോ സിനഡിനോ കഴിഞ്ഞില്ല. കഴിയാത്തതല്ല, മനഃപൂർവ്വം എടുക്കാത്തതാണ്. കാരണങ്ങൾ പലതാണ്. മെത്രാന്മാരും ശുദ്ധ വിമതരാണ്. കുർബാനയെ അവഹേളിക്കൽ, ആഭിചാര കുർബാന, അൾത്താരയിൽ വധശ്രമം, പണവും സ്വർണവും മോഷ്ടിക്കൽ, പോക്സോ കേസുകൾ, മരച്ചുവട്ടിൽ കുർബാന, അനുസരണക്കേടും വെല്ലുവിളിയും, വ്യാജരേഖ നിർമ്മാണം തുടങ്ങി 1.5 ഡസൻ കുറ്റങ്ങൾക്ക് നേരെ മെത്രാന്മാർ കണ്ണടച്ചു. രമ്യമായി പരിഹരിക്കുമെന്നൊരു പഞ്ചാര പുരട്ടി സഭാ നിയമങ്ങളെയും വിശ്വാസികളെയും വഞ്ചിച്ചു, കുറ്റവാളികളെ സംരക്ഷിച്ചു. സീറോ മലബാർ സഭയിൽ മെത്രാന്മാർക്കും എറണാകുളം വൈദികർക്കും പാപമെന്നൊരു വാക്കേ ബാധകമല്ല എന്ന് തെളിയിച്ചു. സത്യവിശ്വാസികളാണ് പാപികളും തെമ്മാടികളുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു, കോടതിയിൽ എഴുതിക്കൊടുത്തു. മെത്രാന്മാരിൽ ചിലർ തന്നെയാണ് വിമതർക്ക് ഒത്താശ ചെയ്യുന്നതും അവരെ ഇളക്കി വിടുന്നതും. കുർബാനക്കാര്യത്തിൽ സഭയുടെ നിയമമനുസരിച്ച് നോക്കിയാൽ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരും എറണാകുളം വിമത വൈദികരും ക്രിസ്തുവിനെ, അവൻ സ്ഥാപിച്ച കുർബാനയെ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെ അവഹേളിക്കുക എന്ന അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റം ചെയ്ത പ്രതികളാണ്. ആ പ്രതികളാണ് സർക്കുലറുകൾ ഇറക്കുന്നത്. ആ പ്രതികളാണ് ദിവസവും കുർബാന അർപ്പിക്കുന്നതെന്നോർക്കാതെ ഞായറാഴ്ച കടമെന്ന വിചാരത്തിൽ അല്പവിശ്വാസികൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവക പള്ളിയിൽ ചുമതലയുള്ള വൈദികൻ്റെ അനുവാദമില്ലാതെ പുറത്തു നിന്നൊരു വൈദികൻ അവിടെ കുർബാന ചൊല്ലാൻ പാടില്ല എന്നാണ് സഭയുടെ കീഴ്വഴക്കം. പക്ഷേ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം ബസിലിക്കയിൽ 2022 ഡിസംബർ 23-ന് 33 വൈദികർ അതിക്രമിച്ച് കയറി ഓസ്തിയും വീഞ്ഞുമില്ലാതെ 18 മണിക്കൂർ റിലേ കുർബാന ചൊല്ലി. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ കേട്ടുകഴിവില്ലാത്ത കുർബാന അവഹേളനം, അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യം. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനെ എന്ന് പാടിക്കൊണ്ട് പരിപാവനനായ ക്രിസ്തുവിനെ അവഹേളിച്ചു. അന്നാസിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയാണോ നീ മഹാപുരോഹിതനോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചൊരു പടയാളി യേശുവിൻ്റെ ചെകിട്ടത്തടിച്ചു. യേശു ചോദിച്ചു, ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നീ എന്തിനെന്നെ അടിച്ചു? കുർബാന എന്ന് പേര് പറഞ്ഞ് 33 വൈദികർ 18 മണിക്കൂർ തുടർച്ചയായി യേശുവിനെ പ്രഹരിച്ചു. യേശുവിനെ ക്രൂശിക്കാൻ മഹാപുരോഹിതരും നിയമജ്ഞരും എങ്ങനെ ഗൂഢാലോചന നടത്തിയോ അതേപോലുള്ള ഒരു ഗൂഢാലോചനയ്ക്ക് ശേഷമായിരുന്നു ഈ ക്രൂശിക്കൽ. എന്നിട്ടും സഭാതലവന്മാർ വാതുറന്നില്ല. പകരം കുർബാനയെ ക്രൂശിക്കാൻ അവർ കൂട്ടുനിന്നു, ഇപ്പോഴും കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്നു.
ചെയ്യുന്നത് ആരെന്നനുസരിച്ച് ഒരു തെറ്റ് തന്നെ പല വിധത്തിൽ വിധിക്കപ്പെടും. അപ്പുക്കുട്ടൻ എന്ന വ്യക്തി പെട്ടെന്നുള്ള പ്രകോപനത്തിൽ കുട്ടപ്പായി എന്ന ശത്രുവിനെ ഒറ്റക്കുത്തിന് കൊലപ്പെടുത്തുന്നത് പോലെയല്ല അഖില എന്ന അമ്മ കരുതിക്കൂട്ടി സ്വന്തം കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊല്ലുന്നത്. അത്താഴ പട്ടിണിക്കാരൻ ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിക്കുന്നത് പോലെയല്ല സ്ഥലത്തെ പ്രധാന ദിവ്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് അരക്കിലോ അരി മോഷ്ടിക്കുന്നത്. ഇത് നീതിശാസ്ത്രത്തിലെ വലിയ മാനങ്ങളുള്ള ഒരു ദർശനമാണ്. ലോകത്തെവിടെയും കൊലപാതകം ഒരു ഗുരുതര കുറ്റമാണ്. കാരണം ജീവൻ കൊടുക്കാൻ കഴിവില്ലാത്ത മനുഷ്യന് ആരുടെയും ജീവൻ എടുക്കാൻ അവകാശമില്ല എന്നത് തന്നെ. മോഷ്ടിച്ചാൽ തിരിച്ചു കൊടുക്കാം, നഷ്ടപരിഹാരം കൊടുക്കാം. ജീവനെടുത്താൽ പകരം കൊടുക്കാൻ പറ്റില്ല. കൊലക്കുറ്റം തെളിഞ്ഞാൽ കടുത്ത ശിക്ഷ കിട്ടും. എന്നാൽ കുറ്റം തെളിഞ്ഞാൽ പോലും എല്ലാ കൊലയാളികൾക്കും ഒരേ ശിക്ഷയല്ല കിട്ടുന്നത്. 10 വർഷം, ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം, ആയുഷ്കാലം തടവ് എന്നൊക്കെ ചിലർ ശിക്ഷിക്കപ്പെടുമ്പോൾ ചിലർക്ക് കൊലക്കയർ വിധിക്കപ്പെടുന്നു. അപൂർവങ്ങളിൽ അപൂർവമെന്ന് ആ കൊലയെ കോടതി കണ്ടെത്തിയത് കൊണ്ടാണ് പരമാവധി ശിക്ഷയായ കൊലക്കയർ വിധിക്കുന്നത്. കൊലപാതകമെന്ന് കുറ്റം ചെയ്തവർക്കെല്ലാം ഒരേ ശിക്ഷ കൊടുക്കാത്തത് കുറ്റത്തിൻ്റെ സ്വഭാവം, ലക്ഷ്യം, കാഠിന്യം, നിർവഹണ രീതി എന്നിവയൊക്കെ കണക്കിലെടുത്തിട്ടാണ്. സ്വന്തം ജീവൻ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നടത്തുന്ന കൊലപാതകങ്ങൾ കുറ്റമായി കാണുന്നുമില്ല നിയമം. യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ 50 or 100 പേരെ കൊന്നൊടുക്കുന്ന പട്ടാളക്കാരൻ യുദ്ധവീരനും താരവും വീരപുരസ്കാരത്തിന് അർഹനുമാകുന്നു. അവിടെ കൊലപാതകം വീരകൃത്യമാകുന്നത് എങ്ങനെ? ഹിരോഷിമയിൽ ബോംബിട്ട് 1 മിനിറ്റിൽ 1.5 ലക്ഷം പേരെ കൊന്ന അമേരിക്കൻ സൈനികൻ ജപ്പാൻകാർക്കൊരു കടുത്ത കുറ്റവാളിയാണെങ്കിലും അമേരിക്കയ്ക്കൊരു യുദ്ധവീരനാണ്. അയാൾ സ്വന്തം വീട്ടിലോ നാട്ടിലോ ഒരു കൊല നടത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? 10 ശത്രുക്കളെ കൊന്ന് പരമവീരചക്രം നേടിയ ഇന്ത്യൻ പട്ടാളക്കാരൻ നാട്ടിലെത്തിയ ഒരാളെ കൊന്നാൽ കൊലക്കേസ് പ്രതിയായി കോടതി മുറിയിലെത്തും. കത്തോലിക്ക സഭയിൽ മെത്രാന്മാരും വൈദികരും ഇതുപോലെ കൂട്ടത്തോടെ പിഴച്ച ഒരു കാലഘട്ടമുണ്ടായിട്ടില്ല. മെത്രാന്മാരെ, നിങ്ങളെക്കൊണ്ട് ഈ സഭയ്ക്ക് എന്ത് പ്രയോജനം? സത്യത്തിൽ നിങ്ങളാണ് തീവ്രവാദികൾ. നിങ്ങളാണ് വിമത തീവ്രവാദികൾക്ക് ജന്മം കൊടുത്തത്. നിങ്ങളാണ് അവരുടെ തലതൊട്ടപ്പന്മാർ. നിങ്ങളാണ് യഥാർത്ഥ കുറ്റവാളികൾ. നിങ്ങൾക്കൊരു കുറവും കുറ്റബോധവും തോന്നുന്നില്ലേ? ഇല്ലിസിറ്റ് കുർബാന ചൊല്ലുന്നവർ സഭയ്ക്ക് പുറത്താകുമെന്ന് കൽപ്പന ഇറക്കുകയും ഏകീകൃത കുർബാന ചൊല്ലാത്ത വൈദികരെക്കുറിച്ച് എങ്ങാണ്ടൊരു പള്ളിയിലെ അമ്മച്ചിമാരോട് തൊണ്ടകീറി വിലപിക്കുകയും ചെയ്തിട്ട് ഇളവൂർ പള്ളിയിൽ സംഘം ചേർന്ന് ഇല്ലിസിറ്റ് കുർബാന ചൊല്ലാൻ വിമതർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് സങ്കീർത്തിയിൽ ഒളിച്ചിരുന്ന മിസ്റ്റർ റാഫേൽ തട്ടിൽ, നിങ്ങൾ എന്തൊരു വ്യാജനാണ്! നിങ്ങൾ തന്നെ ഒപ്പിട്ട കൽപ്പനകൾ പരസ്യമായി ലംഘിക്കാൻ നിങ്ങൾ കൂട്ടുനിന്നില്ലേ? നിങ്ങൾക്കതിൽ നാണം തോന്നുന്നില്ലേ? നിങ്ങൾ തന്നെ ഇറക്കിയ ഉത്തരവുകൾ അക്ഷരം പ്രതി പാലിച്ച വിശ്വാസികൾക്കെതിരെ കേസ് കൊടുത്തതിൽ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പാംബ്ലാനി? ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നതിൽ ഒട്ടും കുറ്റബോധമില്ലേ മെത്രാന്മാരെ? സ്വന്തം ചോര കൊടുത്തും സഭയെ നയിക്കാൻ ഇറങ്ങിത്തിരിച്ച നിങ്ങൾ ഈ സഭയെ ചിതറിച്ചില്ലേ? ഇനിയും ആ ചുവപ്പ് പട്ടയും തൊപ്പിയും കെട്ടി നടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ജൂതന്മാർ ഒരിക്കലേ യേശുവിനെ ക്രൂശിച്ചുള്ളൂ. ഇവിടുത്തെ മെത്രാന്മാരും വിമത വൈദികരും ചേർന്ന് യേശുവിനെ വർഷങ്ങളായി കുരിശിൽ തറച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത്രയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ക്രിസ്തുവിനെ ക്രൂശിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്, കൂട്ടുനിൽക്കരുത്. സഭയ്ക്കെതിരെ ഇത്രയും കൊടും പാതകങ്ങൾ ചെയ്തിട്ടും ഇവർക്ക് ഈ വെള്ളക്കുപ്പായവും തൊപ്പിയും പട്ടയും കെട്ടി നടക്കാനും വചനം പറയാനും ഒരു ചമ്മലുമില്ല. ഇവർ സഭയിലെ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റത്തിലുള്ള ശിക്ഷ അർഹിക്കുന്നില്ലേ? പ്രിയപ്പെട്ട വിശ്വാസികളെ, പിതാവേ, പ്രഭുവേ, യജമാനനെ എന്നൊക്കെ പാവം വിശ്വാസികൾ മെത്രാന്മാരെ സംബോധന ചെയ്ത് പൂജിച്ചിരുന്ന ഒരു കാലത്തെ നിങ്ങൾ ഓർമ്മയിൽ താലോലിക്കുന്നുണ്ടാവും. എന്നാൽ ഇപ്പോൾ വിശ്വാസികൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവെന്ന കാര്യം ഞാൻ പറയുന്നില്ല, അത് പറയാൻ കൊള്ളില്ല. നിങ്ങൾ അന്വേഷിച്ചറിയുന്നത് നന്നായിരിക്കും. പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭയിലെയും സുപ്രധാന ചടങ്ങുകളൊക്കെ തത്സമയ സംപ്രേഷണം നടത്താറുണ്ടല്ലോ. അതൊക്കെ കാണാനും അറിയാനും ജനങ്ങൾക്ക് അവകാശമുള്ളത് കൊണ്ട് മാത്രമല്ല, ജനങ്ങൾക്കതിൽ താല്പര്യവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പുത്തനച്ഛൻ്റെ പട്ടം സ്വീകരണവും അന്തരിച്ച വൈദികൻ്റെ സംസ്കാര ചടങ്ങുകളും തത്സമയം സംപ്രേഷണം ചെയ്യാറുണ്ടല്ലോ സഭയിൽ. സഭയുടെ സിനഡ് ഒരു പാർലമെൻറ്റ് സമ്മേളനമാണ്. അത് എങ്ങനെ നടക്കുന്നുവെന്നറിയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട്, കൗതുകമുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നിയമസഭാ സമ്മേളനം അട്ടിമറിക്കാൻ ശിവൻകുട്ടി കാണിച്ച ശുഷ്കാന്തിയും റഹീമിൻ്റെ വിഡ്ഢിത്തം വിളമ്പലുമൊക്കെ എല്ലാവരും കണ്ടതല്ലേ. അതിലൊന്നും അവർക്കൊരു ചമ്മലുമില്ലായിരുന്നു. അത്ര പോലും ആത്മവിശ്വാസം നിങ്ങൾക്കില്ലേ ഈ സിനഡ് ലോകത്തെ കാണിക്കാൻ? അതോ ലോകത്തെ കാണിക്കാൻ കൊള്ളാത്ത ഇടപാടുകളാണോ സിനഡിൽ നിങ്ങൾ നടത്തുന്നത്? മെത്രാന്മാരെ, ഓഗസ്റ്റ് സിനഡ് തത്സമയം സംപ്രേഷണം ചെയ്യാനുള്ള പ്രതിബദ്ധതയും
ആർജവവും ആത്മവിശ്വാസവും നിങ്ങൾ പ്രകടിപ്പിക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ സിനഡിൽ നടക്കുന്നത് ലോകത്തെ കാണിക്കാൻ കൊള്ളാത്ത ഗൂഢാലോചനയാണെന്നും നിങ്ങളുടെ അല്പത്തരങ്ങൾ ലോകം അറിയുമെന്നതുകൊണ്ടാണ് നിങ്ങളതിന് തയ്യാറാകാത്തതെന്നും വിശ്വാസികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ യോഗ്യതയില്ലെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടെന്നും ഈ വിശ്വാസികൾ കരുതിക്കോളും.